ഹലോ, അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ഇന്ന് ചിക്കൻ ഫ്രൈ, പതിവ് പോലെ തന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ വറുത്തരച്ച, അതായത് ഇടിച്ചക്ക കൊണ്ട് വറുത്തരച്ച കറി. ഇത് എല്ലായിടത്തും വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം. അപ്പോൾ ചിക്കൻ കറി പോലെ തന്നെയാണ്. ചിക്കന് പകരം നമ്മളുടെ ഇടിച്ചക്ക. ഞാൻ ചിക്കൻ മസാലയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉപ്പിലിട്ട മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഇന്ന് ലഞ്ച് നമ്മളുടെ ഇടിച്ചക്ക നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ ഇടിച്ചക്ക ഓൾറെഡി വേവിച്ചത് കൊണ്ടാണ് ഒരുമിച്ച് വേവിക്കാഞ്ഞത്. അപ്പോൾ കുക്കറിൽ ഒരുമിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്യാം. പച്ചമോ വെള്ളം ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. ഇരുന്നില്ല. അയ്യോ, നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇന്ന് തോരൻ ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടില്ല. ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം എന്തായാലും ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഈ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. പിന്നെ കുറച്ച് ടൈം അധികം വേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ ഫിഷും ചിക്കനൊക്കെ കഴിച്ച് നമുക്ക് മടുക്കുമ്പോൾ ഇതുപോലെ വറുത്തരച്ചിട്ടുള്ള വെജിറ്റബിൾ കൊണ്ട് വറുത്തരച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലതല്ലേ? അമ്മ പറയുന്നത് ഇടിച്ചക്ക കൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം അമ്മേനോട് റെസിപ്പി ചോദിച്ചിട്ട് വെച്ച് നോക്കണം. പക്ഷേ ഇടിച്ചക്ക തീർന്നു പോയി. ഞാൻ തോരനും വെച്ച് ഇതും വെച്ചു. അതുകൊണ്ട് ഫിനിഷായി. ഇനി ആരെങ്കിലും കൊണ്ടു തന്നാൽ വെക്കാം. കുറേ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം അധികം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് നാക്കുളിക്കിപ്പോയി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് തീറ്റ മത്സരമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും ലഞ്ച് കഴിച്ച് അടിപൊളിയായിട്ടിരിക്കും. ബൈ ബൈ ബൈ. ഞാൻ കഴിച്ച് തീർക്കട്ടെ.